ശ്രീമതി മിത്ര ഫുക്കൻ അവർകളെയും ഈ വർഷത്തെ സിവേയ്ക്ക് പങ്കാളിത്തം നൽകുന്ന സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ കെ രാധാകൃഷ്ണൻ നായർ അവർകളെയും ഈ വേദിയിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സിവേ 2015 ഉദ്ഘാടനം ചെയ്യുവാൻ പ്രിയപ്പെട്ട എഴുത്തുകാരി CS ലക്ഷ്മി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അവരുടെ ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ സൽമയുടെ പോയട്രി റീഡിങ്ങോടും പ്രിയപ്പെട്ട ബെന്യാമിൻ്റെ ഭാഷണത്തോടുമൊപ്പം സിവയെ ആരംഭിച്ചത്. ആമുഖ ഭാഷണം ഫെസ്റ്റിവൽ ഡയറക്ടർ ശ്രീ TP രാജീവൻ നടത്തിയതാണ്. സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഉൾക്കൊണ്ടുന്ന ഒരു ആമുഖ പ്രഭാഷണവും ഇത്തരത്തിലുള്ള സാഹിത്യ ഉത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ ചടങ്ങിൻ്റെ ഔപചാരികതയുടെ പേരിൽ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഫെസ്റ്റിവൽ ഡയറക്ടറായ ശ്രീ TP രാജീവനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, അപ്പോൾ ആവർത്തിച്ച് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ ഫെസ്റ്റിവൽ ആശയപരമായി ഇത് പമ്പയുടെ പ്രവർത്തകരുടെ സൃഷ്ടിയാണ്. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ധാരാളം വ്യക്തികളുണ്ട്. യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ജീവനക്കാർ, അതേപോലെ പാർവതി, ശ്രുതി തുടങ്ങിയ കുട്ടികൾ, അവരുടെയൊക്കെ ദീർഘനാളത്തെ പ്രവർത്തന ഫലമാണ് ഈ ഫെസ്റ്റിവൽ ഇത്രയധികം എഴുത്തുകാരെ സംഘടിപ്പിക്കാനും അധികം ബുദ്ധിമുട്ടില്ലാതെ അവരെയൊക്കെ നമുക്കിവിടെ പങ്കെടുപ്പിക്കാനും കഴിഞ്ഞത്. അവരെയും പിന്നെ ഈ പമ്പയുടെ എന്താ പറയുക, അതിൻ്റെ മാർഗദർശി, പാട്രൺ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അത് വിഷ്ണു തന്നെ അതിനെന്നെ ഇഷ്ടപ്പെടും തോന്നില്ല. വിഷ്ണുനാഥിനെയും ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്ന CS ലക്ഷ്മി അമ്പൈ എന്ന് പറയുന്ന CS ലക്ഷ്മി എന്ന എഴുത്തുകാരിയെയും ഈ ഫെസ്റ്റിവൽ ബുക്ക് സമാഹാരം പ്രകാശനം ചെയ്യുന്ന സാഹിത്യ അക്കാദമി സെക്രട്ടറി ഗോപാലകൃഷ്ണനെയും ആദ്യ കോപ്പി ഏറ്റുവാങ്ങുന്ന അനന്ത് സുബ്രഹ്മണ്യത്തെയും ഈ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്നതിൽ ഔപചാരികമായും അമ്പൈ എത്തിക്കഴിഞ്ഞു. പിന്നെ ഏതൊരു ഫെസ്റ്റിവലും സാർത്ഥകമാകുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പങ്കാളിത്തം കൊണ്ടാണ്. ജനങ്ങളില്ലാതെ, ശ്രോതാക്കളില്ലാതെ, വായനക്കാരില്ലാതെ ഒരു കൃതിയും ഒരു സാഹിത്യ സൃഷ്ടിയും സഫലമാകുന്നില്ല, പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, പല പ്രദേശങ്ങളിൽ നിന്ന്, കോഴിക്കോട് നിന്നൊക്കെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ഈ നാട്ടുകാരുണ്ട്. നിങ്ങളൊക്കെ ശ്രമഫലമാണ് ഈ ഫെസ്റ്റിവൽ. അത് അണയാതെ, ഇതിൻ്റെ ഈ ഒരു ആവേശം, ഉത്സാഹം എല്ലാം അണയാതെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അവരെയും പിന്നെ നമുക്ക് എല്ലാവിധ പിന്തുണ തന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെയും, മാധ്യമ പ്രവർത്തനങ്ങളെ, അതിൻ്റെ നമ്മുടെ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ, പൊതുജനസമ്പർക്ക പരിപാടികൾ ക്രോഡീകരിച്ച കവിതാ ശ്രീകുമാർ മുതലായിട്ടുള്ള സുഹൃത്തുക്കളെയും എല്ലാവരെയും തന്നെ, എൻ്റെ ലോജിസ്റ്റിക്സ് മുഴുവൻ ചെയ്തിട്ടുള്ളവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പൈയാണ്. CS ലക്ഷ്മി എന്നാണ് അവരുടെ പൂർണ്ണമായ പേര്. അമ്പൈ
writes both in English and her mother tongue Tamil. രണ്ട് ഭാഷയിൽ എഴുതുന്നവരാണ്. Fiction writer. She's a researcher, scholar and activist. I think she is now based in Mumbai, heading the Sparrow, that is an independent initiative. And I saw a Sparrow book published by her, in which I saw my friend Anitha Thambi's poems in it. That is, I came to know about Sparrow, and I asked her what kind of organization. And it is from her that I can know about C.S. Lakshmi's initiatives and hard work in the cultural field. So we welcome C.S. Lakshmi, and I understand she was here for the first edition of the festival, and second time also she is here. And it is our luck that we have a personality, enlightened personality, like C.S. Lakshmi Ambe, to inaugurate this third edition, in which the scope and horizon of the festival get expanded. So welcome, and I invite MLA PC Vishnunath, who is chairing session, to give the presidential address, after which he will invite Ambe, which will be followed by the launch of the festival book by Gopalakrishnan, and the first copy will be received by Ayandu Subramanian. Thank you. ബഹുമാനിയായ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസിനെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫെസ്റ്റിവൽ ഡയറക്ടർ ടി പി രാജീവൻ, ഉദ്ഘാടനം ചെയ്യുന്ന CS ലക്ഷ്മി, ശ്രീമതി അരുന്ധതി സുബ്രഹ്മണ്യം, ഷൈനി ആന്റണി, മിത്ര ഫുഖൻ, CK രാധാകൃഷ്ണൻ നായർ, സിവൈ 2015 പങ്കെടുക്കാനെത്തിയിട്ടുള്ള ബഹുമാന്യരായ അതിഥികളെ, മാധ്യമ സുഹൃത്തുക്കളെ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രതിനിധികളായി 14 ജില്ലയിൽ നിന്നും എത്തിയിട്ടുള്ള യുവ സാഹിത്യകാരന്മാരെ, മധ്യ തിരുവിതാംകൂറിലെ വിവിധ സാഹിത്യ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ സിവയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. അത്തരമൊരു അധ്യക്ഷ പ്രസംഗം നടത്താനുള്ള അറിവോ അനുഭവമോ എനിക്കില്ല. സംഘാടക സഹായി എന്ന നിലയിൽ മാത്രമാണ് എൻ്റെ അധ്യക്ഷ പ്രസംഗം. സിവേ 2 വർഷങ്ങൾക്ക് മുമ്പ് 2013 ജൂലൈ 24 ആരംഭിച്ചത്. 2013 സിവയിൽ അന്ന് ഡോക്ടർ ശശി തരൂർ ആണ് സിവെ ഇനാഗുറേറ്റ് ചെയ്തത്. ആദ്യത്തെ എഡിഷനിൽ തന്നെ CS ലക്ഷ്മിയും സൽമയും എല്ലാം, തുളസി വേണുഗോപാലും എല്ലാം പങ്കെടുക്കുകയുണ്ടായി. 2014 സിവയുടെ സെക്കൻഡ് എഡിഷൻ ബഹുമാനായ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം കന്നഡ, മലയാളം ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാം ബഹുമാന്യ സുഹൃത്തായ അൻവർ അലിയും സഹപ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ എല്ലാവരെയും വലിയ തോതിൽ ആഹ്ലാദവും ആവേശവും അനുഭവവും ജനിപ്പിച്ചിട്ടാണ് ഞാൻ ആ ഓർമ്മകൾ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. 2015 സിവെ എത്തുമ്പോൾ ഒന്ന് വീഴാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ജനിച്ച് പിന്നെ ഒന്ന് പതുക്കെ വന്ന് ഇപ്പോൾ 2 കാലിലും ഒന്ന് നിൽക്കാൻ കഴിയുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഇനിയാണിത് വളരേണ്ടത്. തീർച്ചയായും എൻ്റെ എല്ലാവരുടെയും സുഹൃത്തായ ബെന്യാമിൻ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ ആദ്യം നടക്കുമ്പോൾ 14 പേരായിരുന്നു, പിന്നെ 35 പേരായി, ഇപ്പോൾ 3.5 ലക്ഷം ആളുകൾ കഴിഞ്ഞ വർഷം പങ്കെടുത്തു എന്നാണ്. അതുപോലെ ഈ സാഹിത്യ ഉത്സവത്തിനും അക്ഷരങ്ങളെയും എഴുത്തിനെയും എല്ലാം
സ്നേഹിക്കുന്നവർ ആ വലിപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ വർഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വടക്ക് കിഴക്കൻ ഭാഷയിൽ എഴുതുന്ന വളരെ പ്രശസ്തരായ എഴുത്തുകാരാണ്. ഇത്തവണ നോർത്ത് ഈസ്റ്റ് ലാംഗ്വേജിൻ്റെ ഒരു കോൺസെൻട്രേഷനാണ് സിവെ 2015 വളരെ പ്രശസ്തരായ എഴുത്തുകാർ വളരെയധികം ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും ശ്രീ ടി പി രാജീവനോട് സൂചിപ്പിച്ചതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കൗതുകമായ പലതരത്തിൽ അവിടുത്തെ സംസ്കാരം, അനുഷ്ഠാനങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം പോലും വളരെ ഇന്ത്യയിലെ ഇപ്പം ഞാനൊക്കെ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തെ പോലും വളരെ ലളിതമായി നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയത്തെ കാണുന്നത് പോലോ വിവക്ഷിക്കുന്നത് പോലോ വീക്ഷിക്കാൻ കഴിയുന്നതൊന്നല്ല. വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകളെ ഉൾക്കൊള്ളുന്നതാണ് അവിടുത്തെ രാഷ്ട്രീയം പോലും. അപ്പോൾ അങ്ങനെ സാഹിത്യവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ കലാരൂപങ്ങളും അവിടുത്തെ രാഷ്ട്രീയവുമെല്ലാം എപ്പോഴും ഒരു കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ എഴുത്തുകാർ സിവെ 2015 പങ്കെടുക്കാൻ എത്തുമ്പോൾ കൗതുകവും സന്തോഷവും എല്ലാം തന്നെ ഒരുപോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ വരുന്ന സമയങ്ങളിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആധികാരികമായി എഴുത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സാധാരണ പ്രാസംഗികർ പറയുന്നത് അറിയാറുണ്ട്, സമയമില്ലാത്തത് കൊണ്ടും മറ്റാളുകൾ ഒരുപാട് പ്രസംഗിക്കാനുള്ളത് കൊണ്ടും ഞാൻ ചുരുക്കുകയാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടും മാത്രം ദീർഘിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രാസംഗികനാണ് എന്നത് സത്യസന്ധമായി പറയാൻ എനിക്ക് അശേഷം മടിയില്ല. എങ്കിലും ഈ വർഷം സിവെ 2015 സിവയുടെ ആശയം എൻ്റെ ഒപ്പമുള്ള എഴുത്തുകാരി കനകഹാമ പങ്കുവയ്ക്കുന്ന സമയം മുതൽ ഒരുപാട് സുഹൃത്തുക്കൾ അതിനെ പിന്തുണച്ചു. വലിയ തോതിലുള്ള ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ നൽകിയത് അമ്പായി CS ലക്ഷ്മിയാണ്. ഞങ്ങളുടെ എല്ലാം ഒരു ഫാമിലി മെമ്പറാണ്. ഈ ഫാമിലിയുടെ ഒരു എന്താണ് രക്ഷാധികാരിയായിട്ട് നമുക്ക് എല്ലാം മനസ്സിലുള്ള വ്യക്തിത്വമാണ്. വളരെ സ്നേഹം നമ്മളോടെല്ലാം എപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രകടിപ്പിക്കുക മാത്രമല്ല, ഉള്ളിലുള്ള CS ലക്ഷ്മി തന്നെ ഈ വർഷത്തെ സിവെ 2015 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരല്പം ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഉദ്ഘാടന സമ്മേളനം ഒരല്പം താമസിച്ചു. പക്ഷെ അപ്പോൾ തന്നെ സൽമയുടെ റീഡിങ്ങും ബെന്യാമിൻ്റെ പ്രസക്തമായ പ്രഭാഷണവും ആമുഖ ഭാഷണം ഡയറക്ടറുടെയൊക്കെ ഉണ്ടായി. അതിനുശേഷം നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. യുവ ജനക്ഷേമ ബോർഡ് വലിയ പിന്തുണയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ സംഗമത്തിന് നൽകുന്നത്. ബഹുമാന്യനായ ശ്രീ ആർ ഗോപാലകൃഷ്ണൻ്റെ പേര് വളരെ അനുസ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് അത് നടത്തി തന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. 2013 2014 കേരള സാഹിത്യ അക്കാദമിയാണ് അക്കാദമിയോടൊപ്പം നിന്നുകൊണ്ടാണ് പമ്പ പീപ്പിൾ ഫോർ പെർഫോമിംഗ് ആർട്ട് ആൻഡ് മോർ എന്ന ഈ സംഘടനയ്ക്ക് 2 വർഷവും സിവെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ശ്രീ ആർ ഗോപാലകൃഷ്ണൻ്റെ സാന്നിധ്യവും അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. ഷൈനി ആൻ്റണി വളരെ പ്രൊഫഷണലായി ഈ ഫെസ്റ്റിവൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻ ശ്രീ ടി പി രാജീവനോടൊപ്പം ഞങ്ങൾക്ക് നൽകിയത് ഷൈനി ആൻ്റണിയുടെ യഥാസമയമുള്ള ഇടപെടലുകളും അവരുടെ ഒരു വലിയ ഫെസ്റ്റിവൽ നടത്തിയ അനുഭവ പരിചയവും ശരിക്കും പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലിനെ ഈ രൂപത്തിൽ നമ്മൾ കാണുന്ന അർത്ഥത്തിലും വ്യാപ്തിയിലും ഉള്ളടക്കത്തിലും അതിനെ മാറ്റിയെടുക്കുന്നതിന് കാരണമായി എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് എഴുത്തുകാരെയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീമതി മിത്ര ഫുക്കൻ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രശസ്തയായ എഴുത്തുകാരിയാണ്. അവരുടെ സാന്നിധ്യവുമുണ്ട്. അരുന്ധതി സുബ്രഹ്മണ്യം ഇന്ത്യയിലെയും ലോകത്തെയും ഏറ്റവും അധികം വായനക്കാരുള്ള എഴുത്തുകാരിൽ ഒരാളാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിയതിനുള്ള ഈ പ്രദേശത്തെ എല്ലാ
സഹൃദയരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേവലമായ നന്ദി വാക്കുകൾ പറയുന്നതിനപ്പുറം ഒരു പ്രഭാഷണം ഒന്നും തന്നെയില്ല. അതുതന്നെ ഒരു വലിയ പ്രഭാഷണമാകും. കാരണം അത്രയേറെ ആത്മാർത്ഥതയുള്ളവരോടുള്ള ഹൃദയത്തിൽ തൊട്ട നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ അതിന് വലിയ ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾക്കപ്പുറം പ്രാധാന്യമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, നമ്മുടെ ശ്രീദേവി ഡോക്ടർ കഴിഞ്ഞ വർഷം ഇവിടെ പമ്പാ തീരത്ത് ഫെസ്റ്റിവൽ നമുക്ക് എല്ലാ സൗകര്യം ചെയ്തു തന്നു. കഴിഞ്ഞ വർഷം കുറച്ച് സൗകര്യം കുറവൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇത്തവണ ഫെസ്റ്റിവലിന് മുമ്പ് തന്നെ പ്രത്യേക സംവിധാനങ്ങളും പുതിയ സൗകര്യങ്ങളുമെല്ലാം ഒരുക്കി. ഡോക്ടറുടെ ആരോഗ്യവും ശിവയോടൊപ്പം തന്നെ കൂടുതൽ മെച്ചപ്പെട്ട് വളരെ സജീവമായി ഡോക്ടർ നമ്മുടെ ഇടയിൽ വീണ്ടും നല്ല ഉത്സാഹത്തോടും ഉന്മേഷത്തോടു കൂടിയും പ്രവർത്തിക്കുകയാണ്. ഡോക്ടറോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെയുള്ള പാർവതി ശ്രുതി കനക്കായോടൊപ്പം കഴിഞ്ഞ 2 മാസമായി ഇതിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിൽ വളരെ സജീവമായി അവരുടെ 3 പേരുടെയും സാന്നിധ്യം, കനക, പാർവതി, ശ്രുതി എല്ലാവരെയും ഇവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ശ്രീ അൻവർ അലി ഫെസ്റ്റിവൽ ബുക്ക് ഇത്തവണ എല്ലാവരുടെയും രചനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വർഷം നമുക്ക് ഒപ്പം തന്നെ ഇറക്കാൻ കഴിഞ്ഞു. അൻവറിൻ്റെ വളരെ വലിയ പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമായത്. ഇതെല്ലാം ഞാനിങ്ങനെ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. യുവജനക്ഷേമ ബോർഡിലെ യുവ സാഹിത്യകാരന്മാർ, എനിക്ക് വിനീതമായ ഒരു അഭ്യർത്ഥന, നിങ്ങൾ യുവ സാഹിത്യകാരന്മാരാണ്, വലുതാവുന്നവരാണ്. ഈ വലിയ എഴുത്തുകാരെല്ലാം വേദിയിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും അവർ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒന്ന് കൈയടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. എന്താണ് അതിന് നിങ്ങളെ പിൻവലിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ കൈയടിച്ചാൽ എന്തെങ്കിലും കുറവുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളിൽ തട്ടി തോന്നുകയാണെങ്കിൽ അതൊന്ന് ചെയ്യണം എന്ന് ഞാൻ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൈയടിപ്പിക്കുന്നത് ഒരു ഫെസ്റ്റിവൽ നിബന്ധനയുടെ ഭാഗമായി പറയുക എന്ന് പറയുന്നത് ഒരു വളരെ ഇതാണ്. ഞാൻ പറയുന്നത്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത്രയും വലിയ എഴുത്തുകാർ, നമ്മൾ ആരാധിക്കുന്നവർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കെന്ത് കൊടുത്താണ് അവരോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയുക? ഇങ്ങനെയല്ലാതെ വേറെ ഏത് മാർഗത്തിൽ കൂടെയാണ്? ആ മാർഗം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാളെ ശിവയുടെ വേദികളിലേക്ക് കടന്നു വന്ന് റീഡിങ്ങൊക്കെ നടത്തേണ്ടവരാണ് നിങ്ങളെല്ലാവരും എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് മാത്രം. മലയാളികളെക്കുറിച്ച് പൊതുവിൽ ആളുകൾക്കുള്ള ഒരു പരാതിയാണിത്. ആളുകളെ അംഗീകരിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെ പിറകിലാണ്. നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകമായി കിട്ടുമോ എന്നുള്ളൊരു ഭയമാണ്. അതുകൊണ്ടാണ്. അതായിരിക്കാം. നിങ്ങളങ്ങനെയല്ല, ഞാൻ പൊതുവെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സിവെ 2015 അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ശ്രമമുണ്ടായി. നമ്മുടെ ശിവകുമാരേട്ടൻ്റെ കൂടെയുള്ള കവിതയും വേണുഗോപാലേട്ടനും സുജീഷും മറ്റു സഹപ്രവർത്തകർ ഇതിനെ ഈ രൂപത്തിലാക്കുന്നതിന് വേണ്ടി സഹകരിച്ച ആളുകളുണ്ട്. സൗമ്യ, അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഔപചാരികമായി സിവെ 2015 ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യയായ CS ലക്ഷ്മിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു.
ഫെസ്റ്റിവൽ ബുക്കിൻ്റെ റിലീസാണ്. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ ആർ ഗോപാലകൃഷ്ണൻ ശ്രീമതി അരുന്ധതി സുബ്രഹ്മണ്യത്തിന് നൽകിക്കൊണ്ട് ഫെസ്റ്റിവൽ ബുക്ക് റിലീസ് ചെയ്യുന്നു. അതിനു മുൻപായി ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീമതി CS ലക്ഷ്മി അവർകളെ ക്ഷണിക്കുകയാണ്. സോറി. ഇനാഗുറൽ അഡ്രസ്. Thank you, Vishnu, for inviting me to inaugurate CWAY 2015. I first thought that it will be a very daunting task for me to do it. In Tamil, we have a proverb. It's like putting a palm fruit on the head of a sparrow. So I was wondering whether I'll be able to do it. But when I came here, I felt that, including the organizer, Kanaka, almost everybody has been associated with Sparrow, one way or the other. So it's like actually coming home. So I'm going to enjoy this talk, I feel. I'm sorry I have a very bad voice, so you have to put up with my voice. The topic or the theme for this year's CWAY is a very interesting one. And it is a theme that has been haunting many of us who have grown up after the independence years. Those of us who grew up in the 40s and early 50s, who had our schooling during that time, there was absolutely no disagreement that there will be diversity and there will also be unity. There was absolutely no doubt about it. My very early years, I grew up in Bombay, and it was a Bombay presidency then. So there were Bengalis, Punjabis, Maharashtrians, Gujaratis, Tamilians, Keralites, a whole lot of us in one building. And the building was called Lakshmi Niwas, opposite Shivaji Park. That's where I grew up. And the building had a small school, which had a Tamil medium school. So I studied in a Tamil medium school in Bombay, in a society which had all these people. And we spoke all the languages. And when you grow up in a South Indian family, you will always learn Carnatic music. And Carnatic music is very often, they begin teaching you the Kirtanas of Tyagaraja, which is in Telugu. So we had a working knowledge of Telugu. Later on, I grew up in Bangalore and I was familiar with Kannada. And my early education was in the 3-language formula. I studied in my mother tongue. I learned Kannada. I learned Hindi, and English was also one of the subjects. And I learned music in Telugu and Kannada. And my ancestors are from Palakkad, Kerala. So my father spoke a better Malayalam than Tamil. So I was familiar with Malayalam. It was as if all the languages were there in our life. And there was never any doubt that all these languages make India. At that time, identifying with language as one's identity had not become a political prospect. It was at this moment that the Kannada Cheluvaliga movement started, where they wanted to assert the identity of the language after the language divisions of the states. That's the first time we felt like asking whether language is going to be our identity
Or is it going to be some other thing that is going to make our identity? That question had to be asked at the time. And growing up in South, we were not affected by partition and the after effects. Most of it was felt by the North. At the time, there was a Hindi movie that came, which was called Nastik. And in that movie, I was in school at the time, they showed in the background of one of the songs all the partition scenes of people traveling in train and coming and walking all the way with children suffering. And the song said that the moon and the sun have not changed, but life has changed in this country. So that set me thinking. Then I kept asking, what is it that has changed apart from this thing about language? Then there was a Tamil film in which there is a song which says that from that day to this day, nothing has changed. The moon hasn't changed, the sun hasn't changed, the stars haven't changed, the gardens haven't changed, the rivers haven't changed, but man has changed. And it says that the man saw the bird and he made the aeroplane. He saw the fish and he made ship. He heard the echo and he made the radio. What did he see? That he created religion. And in Tamil, for religion, we use the word madam. At the end of the song, it will say that Manidan Mari Vittan, Madathil Eri Vittan. So I didn't understand the word madam. I kept on thinking he was saying maram. Maram means tree. So I asked, why did he climb a tree? Because madam as a word was never discussed at home. Nobody discussed religion. And I remember that every house in the times that I grew up had a photograph of Mahatma Gandhi, generally in the house. And most houses had a puja room. The schools we studied in were very secular. We all sang Tagore's Amar Janmabhoomi, Ekla Chalo, and we also sang Iqbal's song. And we also sang Bharatiyar. And it never occurred to us that religion could change because our school was situated in a locality which had a large Muslim population. But all the Muslims were Kannada-speaking Muslims. They did not speak Urdu. They spoke Kannada. So it never occurred to us, because they were sharing the literature with us, that they were any different. So I feel that the language that we used for secularism at that time was the language of tolerance. We said that we have to tolerate. We didn't ask the question, who is going to tolerate whom? Who are we going to tolerate? Who is going to do the tolerance? We didn't ask that question. We assumed that we, as the majority, we are going to tolerate the others. So, this thing of assuming that certain identity was going to be imposed upon us was something that people who grew up in the 40s and 50s never realized, because we accepted India with all its diversity, all its contradictions, and all its conflicts. It was only when the question of identity, only with language and only with religion came about, we realized that something in the formation of our identity had changed. Something had changed which had shown some other path which we had not traveled on. So that is the path that we have to discuss, the path
that we had traveled upon, which opened many worlds to us in a manner that the worlds were as acceptable to us as the worlds we grew up in. I think that is the root that we have to understand. That is the commitment of festivals like CVA. To understand not only diversity, to understand it in a manner that we see how it is linked with our very identity, with our very life. A few years ago, Sparrow had organized a cultural festival in which we brought films from the Northeast and Orissa. And we had a 4-day festival where we had invited people from the Northeast and Orissa. And the festival was a great failure. We got letters from so many people in Bombay telling us, why are you bringing these foreign films and showing it to us? Tulsi will know because she was part of that festival. And the actors and directors whom we had invited, we had basically invited them to show that all the heroes need not look like Amitabh Bachchan or Shah Rukh Khan, that there are other kind of people who also act. We got letters saying that so long as you keep bringing these foreign films, your festivals won't. Indian literature, actually. They're standing outside and writing. So most of the literary festivals we include English as a language of India. I think it has become a language of India along with other languages. And I feel that festivals like CVA taking it up as an issue, bringing Northeast and bringing other languages in is a wonderful thing. I would like to end the talk with a long poem written by Mona Zote from Mizoram. I'm not going to read the whole poem, but I'm going to read the last part, which is extremely interesting. Mona Zote is from Mizoram, but she writes in English. And I feel that what she says is very relevant to this festival. She says that when you see India through a train, traveling through a train and from a flight, bronze gods sleeping in smoky incense prayer flags evenings, deepened by a church bell, quick feet of children, oranges, winter, roses on the barbed wire fences. The walk back pursued by a piano's thoughtful music. A lake, an island, a man pulling boat, father band. To the dark rocks on the green hills, nameless shrines, moss, monkeys, Buddha, weary elephants, snooty camels, row-bridge ropeways, labyrinth of caves, sea of tall grass. Delhi, Imphal, Mumbai, Shillong, Chennai, special courier, crows, blackberries, blue lakes, sparkle of mica, Petromax. Zalayan gardens of half-timbered hospitals, brass bands, and cantata of pizza, popcorn, pani puri, smoked pork fish with rice cakes on leaves. Mountains, plains, deserts, cities, bomb blasts, nuclear anxiety, waterfalls. Attar of lotus, pines, sodden reeds, poinsettia neon,
brought on Dashera Christmas Total Fun, obsolete archaic rigging, also thoroughly modern, multitudinous, glamorous goddess, butcher, bandit queen, electric swings, grunt of motorcycles under the silver oak. So then, this is not India, she said. So what is India? So that's the question she asked. And I feel that is the question that this festival is going to ask again and again, not just in 2015, because that's the question that is going to lead us to many roots of India. And that's what I'm expecting from 2015 Sive and many more Sives to come. Thank you. ഫെസ്റ്റിവൽ ബുക്കിൻ്റെ റിലീസാണ് ശ്രീ ആർ ഗോപാലകൃഷ്ണൻ അരുന്ധതി സുബ്രഹ്മണ്യത്തിന് നൽകിക്കൊണ്ട് ബുക്ക് റിലീസ് ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ അൻവർ അലിയെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അൻവറാണ് ഇത് എഡിറ്റ് ചെയ്തത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ PC വിഷ്ണുനാഥ് MLA, ഈ സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്ത ആദരണീയയായ സാഹിത്യകാരി CS ലക്ഷ്മി, ഇതിൻ്റെ ഉത്സവ ഗ്രന്ഥം ഏറ്റുവാങ്ങിയ അരുന്ധതി സുബ്രഹ്മണ്യം, ആദരണീയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ്, ശ്രീ CR മഹേഷ്, ഷൈനി ആൻ്റണി, മിത്ര, ഇതിൻ്റെ സംഘാടകരിൽ ഒരാളായ K രാധാകൃഷ്ണൻ നായർ, ഈ ഫെസ്റ്റിവൽ ഗ്രന്ഥം തയ്യാറാക്കിയ അൻവർ അലി, ഇതിൻ്റെ മുഖ്യ സംഘാടകരിൽ പ്രധാനിയായ കനക ഹാമ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എഴുത്തുകാരെ, ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സാഹിത്യകാരന്മാരെ, സാഹിത്യാസ്വാദകരെ, നാട്ടുകാരായ സഹോദരീ സഹോദരന്മാരെ, ഇവിടെ ആമുഖ പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലും വിവരിച്ചതുപോലെ കേരളത്തിൻ്റേതായ ഒരു സാഹിത്യ സംഗമം അല്ലെങ്കിൽ സാഹിത്യ ഉത്സവം സ്ഥിരമായി സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പമ്പ മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ ബാലാരിഷ്ടതകളിൽ ഒരു കൈത്താങ്ങാകാൻ സൗഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കേരള സാഹിത്യ അക്കാദമി. ഇപ്പോൾ ആ കുട്ടി നഴ്സറി സ്കൂളൊക്കെ വിട്ട് 1ാം ക്ലാസ്സിൽ ചേർന്നിരിക്കുകയാണ്. സ്വന്തം കാലിൽ നടക്കുവാനും തനിയെ വായിക്കുവാനും തനിയെ കളികളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള ശേഷി ലഭിച്ച വിഷ്ണുവിൻ്റെയും കനകയുടെയും മകളെ പോലെ ഉത്സാഹപരിധിയായി ഓടി നടക്കുവാനുള്ള പ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒന്നാണ് ശിവ എന്ന ദക്ഷിണേന്ത്യൻ എഴുത്തുകാരുടെ സംഗമഭൂമിയായ പമ്പാതീരത്ത് നടക്കുന്ന ഉത്സവം എല്ലാ വർഷവും കൃത്യമായി ഈ തീയതിയിൽ നടത്തണമെന്നും ആ തീയതിയിൽ ഓരോ വർഷവും കൂടുതൽ എഴുത്തുകാരെ പങ്കെടുപ്പിക്കണമെന്നും കൂടുതൽ അനുബന്ധ പരിപാടികൾ നടത്തണമെന്നും ഇതിൻ്റെ സംഘാടകരായ പമ്പ എന്ന
സംഘടനയ്ക്കും ഇതിൻ്റെ ഓരോ വർഷവും ഇതിൻ്റെ ഫെസ്റ്റിവൽ നടത്തിപ്പിനായി സഹകരിക്കുന്ന മറ്റ് സംഘടനകൾക്കും നിർബന്ധമുള്ളതായി കാണുന്നത് ഇതിൻ്റെ പുരോഗതിയുടെ ഒരു സൂചകമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. കനക ഒരു കവയത്രിയാണ്. കനക അത്തരത്തിലുള്ള സഹ എഴുത്തുകാരെ വ്യക്തിപരമായി ക്ഷണിച്ചും മറ്റുള്ള അത്തരത്തിലുള്ള എഴുത്തുകാർ വഴി മറ്റുള്ളവരെ ക്ഷണിച്ചുമൊക്കെ ആദ്യത്തെ 2 വർഷങ്ങൾ കഴിഞ്ഞുകൂടിയെങ്കിലും സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ ഈ വർഷം കുറച്ചുകൂടി പ്രൊഫഷണലായി അല്ലെങ്കിൽ അതിൻ്റെ കർമ്മ നിപുണതയോടുകൂടി ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നതിൽ നിങ്ങളോടൊപ്പം എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. അത് ഞാൻ പങ്കുവയ്ക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഫെസ്റ്റിൽ ഗ്രന്ഥം ഉദ്ഘാടനം ചെയ്തു എന്നത് സൂചിപ്പിക്കുന്നത് സാധാരണ മികച്ച സാഹിത്യ സംഗമങ്ങളിൽ, സാഹിത്യോത്സവങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ സംഗമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഉത്സവ ഗ്രന്ഥം തയ്യാറായി കഴിഞ്ഞു എന്നതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളുണ്ട്, ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാരുണ്ട്. വിശേഷിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാർ ഈ വർഷത്തെ പ്രത്യേക ആകർഷണമാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ എഴുത്തുകാർ പരസ്പരം പരിചയപ്പെടുവാനും സാഹിത്യ കാലാവസ്ഥകൾ പരസ്പരം തിരിച്ചറിയുവാനും വേണ്ടി തുടങ്ങിയ സംഗമമാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എഴുത്തുകാർക്ക്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എഴുത്തുകാർക്ക് ഒരേ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കാനുള്ളത് എന്നതുകൊണ്ട് അവർക്കാർക്കും ഇവിടെ പ്രവേശനത്തിന് തടസ്സമില്ല എന്നും അവരോട് സംവാദം നടത്തുക എന്നത് നമ്മുടെ പ്രാഥമികമായ കർത്തവ്യമാണ് എന്നും ഉള്ള തിരിച്ചറിവാണ് അവരെല്ലാം ക്ഷണിച്ചു കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ സംഘാടകരെയും ഇവിടെ എത്തിയ എഴുത്തുകാരെയും ഇതിൽ പങ്കെടുക്കാനെത്തിയ സാഹിത്യ തൽപരരായ മറ്റ് വ്യക്തികളെയും പ്രസാധകരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ ഈ സാഹിത്യ ഉത്സവത്തിൻ്റെ ഗ്രന്ഥം പ്രകാശനം ചെയ്തതായി വിനീതമായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീമതി അരുന്ധതി സുബ്രഹ്മണ്യം. I just want to say thank you. I'd like to thank the organizers for making an event of this kind happen. And I'd like to congratulate them. Because personally, in more recent times, I've been reluctant to attend literary festivals. Largely because all literary festivals seem to have a single role model. All of them seem intent on becoming bigger, grander, and more impersonal. And for me, this particular festival appealed, not just because of its organizers, many of whom I'm acquainted with, but also because it seems to be a festival that is proud of its location, that doesn't seem to be aspiring to be something else or somewhere else. And I hope, while I really do hope this festival grows from strength to strength, I do hope it never loses sight of certain qualities that I believe are its strengths: intimacy, warmth, informality, and apart from the variety of languages that it allows us to hear, I'm also particularly grateful for the fact that it hasn't forgotten poetry. It includes poetry as a very integral part of its agenda. And as a poet who writes in English, I just want to say that language politics aside, irrespective of the language you write in, whether it is Hindi, English, or Kannada, poets are a family unto themselves. And none of these divides really apply here. I'm very grateful for this particular priority that this festival indicates, because many larger festivals have completely sidelined poetry from their agendas.
So I'd like to wish this festival all the best. And I just want to say that I hope Chenganur never becomes Jaipur. Not because there's anything wrong with Jaipur. Jaipur is wonderful, but Jaipur is Jaipur, and I hope Chenganur will remain Chenganur. Thank you. നഗരസഭാ ചെയർപേഴ്സൺ ബഹുമാനിയായ ശോഭ വർഗീസ്. ബഹുമാന്യനായ ചെങ്ങന്നൂരിൻ്റെ MLA PC വിഷ്ണുനാഥ് അവറുകൾ, സ്വാഗതം ആശംസിച്ച ഫെസ്റ്റിവൽ ഡയറക്ടർ TP രാജീവൻ അവറുകൾ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ CS ലക്ഷ്മി അവറുകൾ, ബുക്ക് റിലീസ് ചെയ്ത ഗോപാലകൃഷ്ണൻ അവറുകൾ, ബഹുമാന്യായ അരുന്ധതി സുബ്രഹ്മണ്യ അവറുകൾ, ആശംസകൾ അർപ്പിക്കുന്ന സിയ മഹേഷ് അവറുകൾ, ബഹുമാന്യായ ഷൈനി ആൻ്റണി, മിത്ര പൊങ്കൻ, ഏറ്റവും ബഹുമാന്യരായ വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യ റൈറ്റേഴ്സ്, ഏറ്റവും ബഹുമാന്യരെ, വളരെ സന്തോഷമുണ്ട്. ബഹുമാന്യനായ MLA എത്ര പ്രകീർത്തിച്ചാലും മതിയാകില്ല. MLA പറഞ്ഞ പോലെ സാഹിത്യത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല, എങ്കിലും ഈ നിയമസഭയിൽ തിളങ്ങി നിൽക്കുന്ന പോലെ കനകാമ മാഡത്തിൻ്റെ ഇതിൽ MLAയും ചെങ്ങന്നൂരിൽ സാഹിത്യത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അവസരമാണ്. ഇതിന് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം, ഇത് 3ാമത്തെ വർഷമാണ്. ആദ്യം നമ്മൾ സെൻറ് ആനീസ് സ്കൂളിലാണ് തുടങ്ങി. ഇതിൻ്റെ ശൈശവം, ഇതിൻ്റെ പ്രാരംഭ പ്രാസംഗികർ പറഞ്ഞ പോലെ ശൈശവം സെൻറ് ആനീസ് സ്കൂളിലായിരുന്നു. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്ന് ഇത് പ്രൗഢഗംഭീരമായി തന്നെ നടത്തുവാൻ ബഹുമാന്യ MLAയുടെ വൈഫ് ഉൾപ്പെടെയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. MLAയോട് പറയുന്നത്, MLA സാഹിത്യത്തിലേക്ക് പോകണ്ട, ഞങ്ങളുടെ കേരളത്തിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാണ്. MLA ഉയർച്ചയിലേക്ക് വന്നാൽ മതി, സാഹിത്യത്തിൽ തിളങ്ങി നിൽക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. 1-2 കാര്യങ്ങൾ പറയുന്നു. ബഹുമാനിയ ഇവിടെ വന്ന മൊത്തം റൈറ്റേഴ്സും ഞാൻ ആദ്യമേ തന്നെ ഓൾറെഡി വെൽക്കം ടു ഓൾ ഓഫ് ദി റൈറ്റേഴ്സ് ഇൻ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ആൻഡ് നിങ്ങൾ ചെങ്ങന്നൂർ സറൗണ്ടിങ്സ് മൊത്തം കണ്ട് വരും വർഷങ്ങളിൽ, ഇന്ന് ഇത് 3 വർഷമായുള്ളെങ്കിൽ ഓൾ ഇന്ത്യയിലെ മൊത്തം റൈറ്റേഴ്സ് വന്ന് നല്ലൊരു സംഗമമായിട്ടും ചെങ്ങന്നൂരിൻ്റെ ജൂലൈ 24, 25, 26 എന്നുള്ളത് റൈറ്റേഴ്സ് സംഗമം കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, എല്ലാ ദേശങ്ങളിലും ഈ ജൂലൈ 24 മറക്കാതെ തന്നെ ചരിത്ര താളുകളിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മൊത്തം പേരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീമതി മിത്ര ഫുക്കൻ. Good evening, respected dignitaries on the dais and respected dignitaries and friends sitting in the auditorium before me. It is indeed an honor and a privilege to be standing here before you as a representative of my region, that is the northeast of India. We who have come to this beautiful place from the distant hills and valleys of the 8 states of our region are overwhelmed by the regard and affection that have been showered on us since our arrival here. So thank you for that. This wonderful literary event is showcasing India's northeast this year. This is indeed a great thing, for the geographical distance between our 2 regions is vast. It is a distance that can only be linked through the medium of culture, because culture is the bridge over which people traverse when they wish to understand each other. An exposure to and appreciation of the culture of other peoples, other modes of living enriches and brings acceptance. And it is noteworthy that this small town is hosting such a significant festival.
This is important because it shows that the give and take between diverse cultures and people takes place beyond the metro cities, in the smaller towns and cities in which such a large percentage of our people live. Your state is one of the most developed in this country. It leads the nation in several important development parameters. And there is the luminous beauty of its music and dance, the richness of its literature, its culture. It becomes even more significant, therefore, that this showcasing of our region is happening in a place which, while moving swiftly ahead to even more prosperity, continues to respect and nurture its traditions, its cultural practices, its linguistic heritage, its literary brilliance. In this, there is a lesson to be learned that development need not happen at the cost of our tradition, a lesson we should all imbibe. When it comes to culture, certain forms travel better than others. Literature, in original as well as, importantly, in translation, travels well. Through the medium of the written word, the reader gets to know an immense amount about the land and the people from which the story, the poem, the essay comes out. Today, when good translations are becoming more easily available across the country, reading the literature of another part of our huge nation brings about an understanding of the people of that region, their customs, traditions, and indeed their ways of life and modes of living. In a country as vast as ours, this understanding forms a very important part of the process of nation building itself. For the culture of a people is precious to them. People defend their cultural practices fiercely when they perceive these to be under threat, sometimes even more fiercely than they would their own land, even their land. For in our cultural practices lie our histories, our sense of worth. India's northeast is not a homogeneous entity. Its 8 states are home to more than 220 ethnic groups with a similar number of languages across multiple language families. Anthropologically, it is a melting pot, surrounded by thickly forested hills, crisscrossed by swift-flowing deep rivers. This region has been inaccessible to the rest of the country till recently. And even within the region, it is still very difficult to get from one state to another by surface transport. It is only slowly that these difficulties are being addressed and remedied. Even within the states themselves, there is a huge diversity of ethnicities, languages, dress, cuisine, religious beliefs, and social practices. Indeed, this knitting together of the people into states is at best an administrative convenience. This has inevitably led to problems. Sadly, today, the rest of the country hears of our region for the wrong reasons. Yes, there is strife, there is conflict, there are all kinds of problems that we face. Much of this is reflected in the literatures that come out of the region, in the various languages. There is the problem of being misunderstood by the rest of the country, which is a fallout of the fact of the isolation that the region and its people have lived in for so long, for so many centuries. It is only now that this is slowly being remedied. It must be mentioned here that the reverse is also true. Outsiders, that is people from the rest of the country, still face discrimination, overt and covert, in some areas of the region. And there is suspicion and distrust even between the people of the region itself. All this can only be remedied when people meet and mix. And yes, it happens when people get to know each other's cultures through literature, music, cuisine, the beautiful weaves, and so on. Because through all these troubled times, the region continues to be a place of much beauty.
There is the physical beauty of the vast rivers and the misty green hills. There is the beauty of the flora and fauna. There are the rich literatures of the region, both oral and written, in all the varied languages. There are the people who remain, in general, warm and hospitable. There are the unique cuisines, the breathtaking weaves. There is a huge variety of dance forms, classical, folk, traditional. And there is the music. From the Tetsio Sisters of Nagaland to the Shillong Chamber Choir of Meghalaya, from the Hotriya and Bihu songs and dances of Assam to Manipur's Sankirtan and Tripura's vibrant Kokborok music, from the sacred Buddhist chants of Arunachal Pradesh and Sikkim to the ancient songs of Mizoram, the mountains of the land reverberate with melody. And in the two strands, ഈ സെഷന് കൃതജ്ഞത പറഞ്ഞ് ഇത് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് സെഷൻ ഇവിടെ ആരംഭിക്കും. ഫെസ്റ്റിവൽ ഡയറക്ടർ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ ഈ വേദിയിൽ കൾച്ചറൽ പ്രോഗ്രാമായിട്ട് ഇന്ന് അമ്പലപ്പുഴ സുരേഷ് വർമ്മയുടെ ഓട്ടൻതുള്ളലും ചാക്യാർ കൂത്തും ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. യുവജനക്ഷേമ ബോർഡിൻ്റെ ആത്മാർത്ഥമായ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ കെ രാധാകൃഷ്ണൻ നായരെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. Respected dignitaries of and on the dais, friends, colleagues, co-workers. My heart feels thrilled in seeing this much extent of scholars from all over India under this roof. Some of us are from northeastern state, some of us are from Tamil Nadu, some of us are from Andhra Pradesh, and some from Karnataka. Of course, it's a great evening to start a great program. This is the third program conducted by SEVA and supported by Kerala State Youth Welfare Board. We have arranged the program in 7 sessions. This one is the classical performance. This program, this item is the classical style. All others are on interaction. 7 sessions are arranged by us, and above that, and all evenings we will have cultural programs. Today, after this program, we will start with reading guns and guitars, literature revolt, and a question of identity. It's a marvelous session. Kindly attend. So in order to have a home feeling, I shall switch over to Malayalam also. സുഹൃത്തുക്കളെ, യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ക്ഷണമനുസരിച്ച് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും എത്തിയ എഴുത്തുകാരായ, സാഹിത്യകാരന്മാരായ, കവികളായ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. 150ഓളം പേര് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. എല്ലാവരെയും ഫോണിലോ മെയിൽ ഐ ഡിയിലോ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത്രയും പേര് എത്തിയിട്ടില്ല, എങ്കിലും അധികം പേരും എത്തിയിട്ടുണ്ട്. ആ എത്തിയിട്ടുള്ള ആൾക്കാർ വന്നതുപോലെ തിരികെ പോകരുത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അറിവും ഇവിടെ നിന്ന് അനുഭവവും ആർജിച്ചുകൊണ്ട് വേണം തിരികെ പോകാൻ. ഇത്രയും വലിയ ഒരു സാഹിത്യ സദസ്സിൽ വന്നിട്ട് അതിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നതുപോലെ തിരികെ പോകുന്ന ഏർപ്പാട് ഉണ്ടാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രേയസ്സുറ്റ അറിവിൻ്റെ ഭണ്ഡാകാരമാകുന്ന 3 ദിവസത്തെ ക്ലാസ് ആശംസിക്കുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടങ്ങുകയാണ്. So I convey my heartfelt feelings, pleasure
Greetings and thanks to Sri P.C. Vishnunath MLA, Sri T.P. Rajivan Festival Director, Srimati C.S. Lashmi Ambai, Sri R. Gopalakrishnan Secretary, Kerala Sahitya Academy, Srimati Arundhati Subramaniam, Srimati Shobha Varghese, Srimati Shaini Anthony, Srimati Mitra Pushkan, and Sri Anwar Ali, and also Srimati Kanaga Phama. Wish you all best of luck. Let me sign off for the time being. Thanks a lot, thanks a lot, thanks a lot. ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു.